നടത്തിയോ എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരു ഉത്തരവില്ല. അതിനെപ്പറ്റി കൗൺസിലറോടും അതുപോലെ തന്നെ കോർപ്പറേഷനിലും അന്വേഷിക്കുമ്പോൾ പറയുന്നത് നമുക്കിതിനെപ്പറ്റി യാതൊരു അറിവില്ലെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൗൺ പ്ലാനിംഗ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് 2 വർഷത്തിലേറെ കാലമായി നമ്മൾ കൗൺസിലർമാരുമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിലാണ് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടത്തിയിട്ടില്ലെന്നാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. അതെന്താണ് ഈയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞ ഒരു സംഭവം പൂർണ്ണമായിട്ട് ഇവിടെ നശിച്ചു പോയോ? കാരണം നമ്മളെ പ്രതിനിധിയായിട്ട് നമ്മളയച്ച കൗൺസിലർക്ക് ഒന്നും അറിയാതെ ഒരു ചെയർമാനും 4 ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ മാത്രം നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങിയേക്കുമ്പോഴത്തേക്ക് നമ്മളെ വീടും നമ്മളെ സ്ഥലവും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തീരുമാനം എടുക്കാൻ മാത്രം നമ്മുടെ ജനാധിപത്യ സംവിധാനം കംപ്ലീറ്റ് തകർന്നു പോയോ എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന റോഡ് എന്ന് വെച്ചാൽ ഏത് തരത്തിൽ നോക്കിയാലും ഇതെന്ത് ശാസ്ത്രീയതയാണ് ഇതിനുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പുതിയതൊരു മുതൽ സൗത്ത് ബസാർ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ റോഡ് വരുന്നത്. ഈ 5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ തന്നെ ഇതിന് സമാന്തരമായിട്ടുള്ള കക്കാട് കുഞ്ഞിപ്പള്ളി റോഡിലേക്കാണ് എല്ലാ റോഡും പോയി അവസാനിപ്പിക്കുന്നത്. ഈ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഏതാണ്ട് 6 മീറ്ററോളം 16 മീറ്ററോളം വീതിയിലുള്ള റോഡാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നത്തെ നിലവിലത്തെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ തളിപ്പറമ്പ് നിന്ന് വരുന്ന ഒരു വാഹനത്തിന് കൃത്യമായിട്ടും കോഴിക്കോട് ദീർഘദൂര വാഹനങ്ങളെല്ലാം തന്നെ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹൈവേയിലേക്ക് കൂടി തന്നെ കടന്നു പോകും. പിന്നെ ഈ 5 കിലോമീറ്ററിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കക്കാട് എത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ 16 മീറ്ററിൻ്റെ 6 റോഡ് എന്നാണ് മനസ്സിലാത്തത്. ഇപ്പം നിലവിൽ എത്രയോ ഭംഗിയായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നമ്മളെയൊക്കെ റോഡിലേക്ക് ഒരു 5 മണിക്കൂർ കാത്തു നിന്നാലാണ് ഒരു വാഹനം അതിലേക്ക് കൂടി പോവുക. അത് മാറ്റിയിട്ടാണ് ഇവരെ പിടിച്ച് 16 മീറ്ററാക്കി ഇത്രയും റോഡ് ഉണ്ടാക്കിയിടുന്നതിൻ്റെ എന്ത് ശാസ്ത്രീയതയാണെന്ന് നമുക്ക് ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല. നമ്മൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, എല്ലാം നിങ്ങൾ ടൗൺ പ്ലാനിങ്ങിൽ അന്വേഷിക്കണം. ടൗൺ പ്ലാനിങ്ങിൽ അന്വേഷിക്കണം എല്ലാം അവർ പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. നമ്മളിത് ഇനി എവിടെയാണ് പോകേണ്ടത് നമുക്കറിയില്ല. അതിനാണ് നമ്മൾ നിങ്ങളെ മാധ്യമങ്ങളിൽ നിന്ന് കാണാൻ വന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നിരവധി കാര്യങ്ങൾ. ഒരു ജനതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് നമ്മളെ സഹായിക്കാൻ ഇന്ന് ആരുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് വേണ്ടി ഭൂമിയുടെ വില കൂടും. പിന്നെ നിങ്ങൾ എന്തിനു പ്രതികരിക്കണം? ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പുറകിലുള്ള ആൾക്കാരോട് ഇവിടെ സംസാരിക്കുന്നത്. പണമാണോ ഇന്നത്തെ മുഖ്യ വിഷയം? അതല്ല, പണം ഒരു ഘടകം മാത്രമാണ്. പക്ഷേ അതിലും വലുത് നമുക്ക് നമ്മളെ ഭൂമിയോടുള്ള ആത്മബന്ധം തന്നെയാണ്. നമ്മൾ പിറന്ന മണ്ണ് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അരിക്കൊമ്പനോ ചക്കക്കൊമ്പനോ ഒന്നും അല്ലല്ലോ രാത്രി നാട് കടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഒരു ശ്രദ്ധ ക്ഷണിക്കാനും നിങ്ങളെല്ലാവരെയും കൗൺസിലർ, നമ്മളെ കൗൺസിലർ സുനിഷയാണ്, ഇവരുടെ കൗൺസിലർ ഇന്ദിര വക്കീലാണ്. അവർക്ക് അറിയില്ല എന്നാണ് അവർ വ്യക്തമായി പറഞ്ഞത്. നമ്മളൊന്നും അറിയാതാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്.